കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് മോദി രാജ്യം ഭരിക്കുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ആർ ബിന്ദു. ഇന്ധന വില വർധനവിനെതിരെ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു ടീച്ചർ. മാസത്തിൽ നിരവധി തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കോടികൾ നൽകുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടിൽ മോദി ഭരണകൂടം മൗനം തുടരുകയാണ്. രണ്ടാം UPA സർക്കാരാണ് വില നിർണയത്തിനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയത്. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കോൺഗ്രസിന്റെ നയം പിന്തുടർന്നാണ് മോദി സർക്കാരും ജനങ്ങൾക്കുമേൽ ഇന്ധന വിലവർദ്ധനവ് അടിച്ചേൽപ്പിക്കുന്നത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നുവരണമെന്നും പ്രൊഫസർ ബിന്ദു വ്യക്തമാക്കി. പ്രധാനപ്പെട്ട നിയന്ത്രണം ഗവൺമെന്റിന്റെ കീഴിലായിരുന്ന ഓയിൽ പൂൾ അക്കൗണ്ട് വേണ്ട എന്ന തീരുമാനമെടുത്തത് രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിച്ചു പോകേണ്ടതുണ്ട്. UPA സർക്കാർ ആരംഭിച്ച ഉദാരവൽക്കരണ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ അത്യുത്സാഹത്തോടെ ഊർജ്ജസ്വലതയോടെ ഇന്ത്യൻ മണ്ണിൽ അതിദ്രുതം മുന്നോട്ട് കൊണ്ടുപോകുന്ന RSS BJP സംഘപരിവാര ശക്തികൾ വളരെയേറെ വിനീത വിധേയരായി പെട്രോൾ ഡീസൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംബാനി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് എല്ലാ വിധത്തിലും വിടുപണി ചെയ്യുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുന്നംകുളം BSNL ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിൽ CPIM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PG ജയപ്രകാശ്, MB പ്രവീൺ, പുഷ്പ ജോൺ, സീതാ രവീന്ദ്രൻ, പത്മ വേണുഗോപാൽ, ആൻസി വില്യംസ്, CK ലിജേഷ്, KB ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച മാർച്ച് BSNL ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ശക്തമായ മഴയുണ്ടായിരുന്നുവെങ്കിലും അത് വകവയ്ക്കാതെ നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു.